അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് വെച്ചാൽ സൈഡ് സ്ലിറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ അടിക്കുന്നത്. നമ്മൾ ചുരുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ജോർജറ്റ് മെറ്റീരിയലൊക്കെ അടിക്കുന്ന സമയത്ത് ചെറിയ ചുരുക്കമൊക്കെ വരും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നല്ല ഫിനിഷായിട്ട് എങ്ങനെ അടിച്ചെടുക്കാം എന്നാണ് കേട്ടോ നോക്കുന്നത്. ഞാനിവിടെ കൈയൊക്കെ കൂട്ടി പിന്നെ ഈ സൈഡൊക്കെ രണ്ട് സൈഡ് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് സ്ലിറ്റ് നമ്മൾ സാധാരണ സൈഡ് സ്ലിറ്റ് ചെയ്യുന്ന പോലെയല്ല ചെയ്യുന്നത്. സാധാരണ നമ്മൾ താഴ്വശത്ത് ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കുന്നില്ല, അങ്ങനെയല്ല ചെയ്യുന്നത്, വേറെ രീതിക്കാണ് ചെയ്യുന്നത്. അതിന് മുമ്പ് നമുക്ക് ഈ അടിവശം ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ അടിവശം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ 1 ഇഞ്ച് ഗ്യാപ്പിലല്ലേ വിടുന്നത്, ആ 1 ഇഞ്ച് നമ്മൾ താലോളം അടിച്ചെടുക്കുക. നമുക്ക് ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാം. എൻ്റെ മെഷീനിൽ ആ സ്റ്റിച്ചിൻ്റെ അത് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഞാനിപ്പം നോർമൽ സ്റ്റിച്ച് ഇട്ടിട്ട് തന്നെ താലോളം ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇവിടെ ഈ സ്റ്റിച്ച് നിർത്തിയില്ലേ, അതിൻ്റെ കുറച്ച് മുകളിൽ നിന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. നമുക്ക് എല്ലാ ലൈനിങ് തുണിയും അതുപോലെ മെയിൻ ക്ലോത്തും എല്ലാം ഒരുപോലെ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു 1 ഇഞ്ച് വരുന്ന രീതിക്ക് താലോളം ഇതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കാം. ആദ്യം തന്നെ നമ്മൾ 2 സൈഡും അടിക്കാൻ പാടില്ല, ആദ്യം ഒരു സൈഡ് മാത്രമേ അടിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ ഫുള്ളായിട്ട് അടിച്ചെടുത്തും. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിങ്ങനെ നിവർത്തി കൊടുക്കട്ടെ. ഈ കരവശം ഞാൻ മുറിച്ച് കളയാത്ത വെച്ചാൽ മടക്കി അടിക്കാൻ 2 മടക്ക് മടക്കണം, അന്നേരം അടിക്കാൻ വിചാരിച്ചാണ് കേട്ടോ. തുണി കുറച്ച് ലെങ്ത്ത് കുറവായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ വെച്ചിട്ട് ഇനി നമ്മൾ സാധാരണ സ്ലിറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഞാൻ ഫുള്ള് അടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ആദ്യം ഒരു മടക്ക് മടക്കി കൊടുക്കാം. അതിന് ശേഷം ആദ്യം ഇതുപോലെ ഒരു മടക്ക്, അങ്ങനെയാണ് വേണ്ടത്. ഇത് ജോർജറ്റിന്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അടിക്കുന്ന സമയത്ത് മറ്റു തുണി ഇതുപോലെ നിങ്ങൾ നീക്കി കൊടുക്കണം കേട്ടോ. ജോർജറ്റിൻ്റെ മെറ്റീരിയലൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചുളിവോ കാര്യങ്ങളൊന്നും വരില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. കുറച്ച് അടിച്ചെടുക്കാൻ കുറച്ച് ടൈം വേണമെന്നേ ഉള്ളൂ. നമ്മ എവിടം വരെയാണോ ഇവിടെയൊക്കെ അല്ലേ നമ്മൾ 2 സ്റ്റിച്ച് കൊടുത്തേ, അതിൻ്റെ ഉൾവശത്തായിട്ട് നമുക്ക് കുറച്ച് മുകളിലായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഏകദേശം അതിൻ്റെ അടുത്തെത്തുമ്പോൾ നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കാം.
തുടങ്ങിയെടുത്ത് എത്തിയിട്ട് അത് ഇവിടെയാണ് നമ്മുടെ ആ സ്റ്റിച്ച് തുടങ്ങിയിട്ടുള്ളത്. നമ്മുടെ ലോക്ക് ഇട്ട് വെച്ചില്ലേ, അത് ഇവിടെയാണ് വരുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. കുറച്ച് മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുവരെയാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത് കേട്ടോ. അവിടെ എത്തുമ്പോൾ കുത്തി നിർത്തിയിട്ട് നമുക്ക് നേരെ ഇതുപോലെ ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കാം. തിരിച്ചു കൊടുത്തിട്ട് ഇവിടെയും അതുപോലെ തന്നെ നമുക്കൊന്ന് മടക്കിയെടുക്കാം. മടക്കിയെടുത്തതിന് ശേഷം ഇവിടെ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് സ്ലിറ്റ് അങ്ങനെ നമ്മൾ തിരിക്കുന്നത്, സ്ലിറ്റ് അടിക്കുമ്പോൾ ഇതുപോലെ തിരിച്ചെടുക്കില്ല, അതുപോലെ ഇങ്ങനെ തിരിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി 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 നമുക്ക് താലോളം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒന്നിങ്ങനെ വലിച്ച് കൊടുക്കണം. ചിലപ്പോൾ അടിയിൽ ഇങ്ങനെ തുണി കുടുങ്ങി വരും. അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു കൊടുത്തിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിത് ഇതുപോലെ ആയിരിക്കും കേട്ടോ കിട്ടൽ. നല്ല വൃത്തിക്ക് തന്നെ രണ്ട് വശവും നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇവിടെ ഒരു നമുക്ക് നൂല് പൊട്ടിക്കുന്ന സാധനം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക. അല്ലാത്തവരാണ് ഇതുപോലെ ചെറിയ കത്രിക ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു ലോങ് സ്റ്റിച്ച് ഇടാൻ പറഞ്ഞിട്ട് ആ സ്റ്റിച്ച് ഇങ്ങനെ വരും. അതിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് പോയാൽ മതി. ഇതുപോലെ ഇങ്ങനെ വലിച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഇത് ഇളകും. എല്ലാവരും നമ്മുടെ കയ്യിൽ നൂല് പൊട്ടിക്കുന്ന സാധനം ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അറിയില്ല, ചെറിയൊരു സാധനം വെച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ എല്ലാവർക്കും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ സിസർ വെച്ചിട്ടുള്ളത് കാണിച്ചു തരുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ആ നൂലൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വൺ സൈഡ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെ വരുന്നതെന്ന് കാണിച്ചു തരാം. ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. നല്ല നീറ്റിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു അറ്റം ഇതുപോലെ ആയിരിക്കും വരുന്നത്. നല്ല ഫിനിഷിങ്ങിൽ ഒരു ചുളിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ജോർജറ്റ് മെറ്റീരിയൽ, അതുപോലെ ഇങ്ങനെ കയ്യിൽ ഒതുങ്ങാത്ത ടൈപ്പ് മെറ്റീരിയലൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് അടിച്ച് നോക്കിയാൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും. ആരും ഒരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും പറയില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അറ്റത്തെ കൂടി ചിലർ അടിച്ച് കൊടുക്കാറുണ്ട്. ഈ ഒരു അറ്റത്തെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ മതി. ഇതിൻ്റെ ഉൾവശം ഇതുപോലെ ആയിരിക്കും കേട്ടോ. ഉൾവശം നല്ല നീറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ടാവും. മറ്റേതുപോലെയല്ല, നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. അപ്പോൾ ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഭാഗം നമുക്ക് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തോ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്